ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബി.ജെ.പി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി നേരിടുമെന്ന് ആഭ്യന്തര സർവേ റിപ്പോർട്ടുകൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നത്. ഇതേ ട്രെൻഡ് തന്നെ കുറച്ചുകൂടി ശക്തമായി നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 55 മുതൽ 65 വരെ സീറ്റുകളിൽ മാത്രം ഒതുങ്ങേണ്ടി വരുമെന്നും സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നു. ഹരിയാനയിൽ 90 അംഗ നിയമസഭയിൽ 43 മുതൽ 48 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് പീപ്പിൾസ് പ്ലസ് പുറത്തുവിട്ട സർവേ പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് 34 മുതൽ 39 വരെ സീറ്റുകൾ മാത്രമാണ് ലഭിക്കുകയെന്നും പ്രവചനമുണ്ട്. മറ്റുള്ളവർക്ക് 3 മുതൽ 8 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും സൂചനയുണ്ട്. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസ് വൻ കുതിപ്പുണ്ടാക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. 2019 28% വോട്ട് വിഹിതം ഇത്തവണ 44% കുതിച്ചുയരുമെന്നാണ് പ്രവചനം. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേന്ദർ സിംഗ് ഹൂഡയെയാണ് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ നായബ് സിംഗ് സൈനിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹരിയാനയിലെ ഗ്രാമീണ മേഖലയിൽ 65% വരുന്ന കർഷകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് സർവേ പ്രവചനം. ഒ.ബി.സി. വിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയ ബി.ജെ.പി. തന്ത്രം ഇത്തവണ ഫലിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. നേരത്തെ ബി.ജെ.പി. പിന്തുണച്ച ഒ.ബി.സി. വോട്ടർമാരിൽ വലിയൊരു ശതമാനവും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് സൂചന. 2019 ബി.ജെ.പിക്ക് 40 സീറ്റാണ് ഹരിയാനയിൽ ലഭിച്ചിരുന്നത്. അന്ന് ജനനായക ജനതാ പാർട്ടിയുടെ 7 സ്വതന്ത്ര എം.എൽ.എമാരുടെയും പിന്തുണയിലാണ് ബി.ജെ.പി. അധികാരത്തിലെത്തിയത്. കോൺഗ്രസിന് 31ഉം ജെ.ജെ.പിക്ക് 10 സീറ്റാണ് ലഭിച്ചിരുന്നത്. പ്രതീക്ഷിക്കപ്പെടുന്ന മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു പ്രമുഖ മറാത്തി പത്രം പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലങ്ങൾ ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിലും സമാനമായ തിരിച്ചടികളാണ് പ്രവചിക്കുന്നത്. 48% വോട്ടർമാർ മഹാവികാസ് അഘാഡിക്കും 33% വോട്ടർമാർ മഹായുതിക്കും അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഫലങ്ങൾ വ്യക്തമാക്കുന്നു. അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി മഹാസഖ്യത്തിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ്. മഹാസഖ്യത്തിൽ ബി.ജെ.പിയേക്കാൾ കൂടുതൽ നേട്ടം ശിവസേനയ്ക്കെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാറിനെ ഒപ്പം കൂട്ടിയതിന്റെ ഫലമാണ് സംസ്ഥാനത്ത് ബി.ജെ.പിക്കുണ്ടായ ശക്തമായ തിരിച്ചടി എന്ന ചർച്ച ശക്തമായിരുന്നു. അജിത് പവാറിനെ മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തിയതിൽ ബി.ജെ.പിയുടെ വിവിധ നേതാക്കളും ഭാരവാഹികളും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എൻ.സി.പി കാരണം ബി.ജെ.പി കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടതായും സർവേ ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ 9 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് നേടാനായത്. 2014 സ്വതന്ത്രമായി മത്സരിച്ച് ബി.ജെ.പി 122 സീറ്റുകൾ നേടിയ സംസ്ഥാനത്ത് 2019 ശിവസേനയുമായുള്ള സഖ്യത്തിൽ 105 സീറ്റുകൾ നേടിയിരുന്നു. എന്നാൽ ഈ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് ശിവസേന വലിയ നേട്ടമുണ്ടാക്കുമെന്ന് വേണം കരുതാൻ. കർഷക പ്രശ്നങ്ങൾ തന്നെയാണ് ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയം. പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭൂരിപക്ഷം കർഷകരും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ്. ഇതോടൊപ്പം തൊഴിലില്ലായ്മയും അഗ്നിവീർ പദ്ധതിയും ചർച്ചകളിൽ ഇടം പിടിക്കും. സിറ്റിംഗ് എം.എൽ.എമാരുടെ മോശം പ്രകടനവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സർക്കാർ പദ്ധതികളിൽ പൊതുജനത്തിനുള്ള അതൃപ്തിയും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാർലമെന്റിൽ ഉയർന്നു കേൾക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ശബ്ദവും ബി.ജെ.പിയുടെ വോട്ടർ ബാങ്കിനെ കാര്യമായി തിരിച്ചടിയുണ്ടാക്കും. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ആം ആദ്മി പാർട്ടിയും സ്വതന്ത്രമാരുമെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചാൽ ഭരണം പിടിക്കാൻ കഴിയും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം അവസാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക.